സ്റ്റേജ് ഫിയർ, കോൺഫിഡൻസ് ഇല്ലായ്മ, സെൽഫ് ഡൗട്ട് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണാം. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജസ് പഠിക്കാനുണ്ടാവുക. ഞാൻ സംസ്കൃതമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കലോത്സവം ആകുമ്പോൾ നമുക്ക് കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സിദ്ധരൂപം, കഥാകഥന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ എന്നെ പഠിപ്പിച്ചിരുന്ന ഉഷ ടീച്ചറാണ്. ഞാൻ തൃത്തല്ലൂർ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, DUPS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഉഷ ടീച്ചർ നിർബന്ധിച്ചിട്ട് എന്നെ കഥാകഥനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറഞ്ഞെടുക്കുക സംസ്കൃതത്തിൽ, കഥ പറയൽ മത്സരം. അപ്പോൾ ആ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല. ഇത് എന്ന് പറഞ്ഞാൽ 2-3 പേജൊക്കെ ഉണ്ടാവും. ഇത് ഫുള്ള് കാണാതെ പഠിക്കണം. ഈ സംഭവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരാൾക്കിട്ട പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഗേൾസിലും ബോയ്സിലും ഓരോ ആൾക്കാർ വെച്ച് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി മത്സരിക്കാനുള്ള പിള്ളേരൊക്കെ കൂടി ഒരുമിച്ചാണ് പോവുക. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളോട് പറഞ്ഞ് എന്തായാലും ഞാൻ നന്നായി പെർഫോം ചെയ്യും, എന്തായാലും ഫസ്റ്റ് ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീമ്പിളക്കിട്ടൊക്കെ പോയിട്ടാ. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2-3 വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. പേടിച്ചിട്ട് ആകെ സംസാരിക്കണതൊന്നും മനസ്സിലാവണില്ല. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ ഈ മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിക്കും. പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര സീൻ. ബാക്ക് സ്റ്റേജ് ഒന്ന് നല്ല കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കരച്ചിലിട്ടാ. ടീച്ചർക്ക് എന്നെ കണ്ടിട്ട് ആവാൻ തോന്നുന്നൊക്കെ സാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ. ഇത് 5ാം ക്ലാസ്സിലാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ്സിലും ഉണ്ട്. ഇത് 7ാം ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാം. എൻ്റെ ഇത്രയും ദയനീയ അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ ടീച്ചർക്കാണെങ്കിൽ വേറെ ആളെ പരീക്ഷിക്കായിരുന്നു അടുത്ത. പക്ഷേ അടുത്ത വട്ടം കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള നമുക്ക് പഠിക്കാൻ തന്നെയുള്ളൊരു കഥ എടുത്തിട്ട് ടീച്ചർ വീണ്ടും പറഞ്ഞു നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാൻ, കുഴപ്പമില്ല, പേടിയൊക്കെ മാറട്ടെ, സെറ്റാകട്ടെ എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് എന്തുണ്ടായിരുന്നു 6ാം ക്ലാസ്സിൽ. പക്ഷേ 6ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞെങ്കിലും എനിക്ക് ഫസ്റ്റും ഒന്നും കിട്ടില്ല. എൻ്റെ ഗ്രേഡ് എന്തോ കിട്ടിയെന്നാണ്. പക്ഷേ ഒന്നും പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഫുള്ളായിട്ട് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് 7ാം ക്ലാസ്സിൽ ഞാൻ തന്നെയാണ് മത്സരിച്ച്. നമ്മൾ 5ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സെയിം കഥ തന്നെ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് ടീച്ചർ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഈ കൊല്ലം നമുക്കാണ് ഫസ്റ്റ് കിട്ടിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ചെസ് നമ്പർ 3 ആയിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു നമ്പർ മൈക്കിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ കിട്ടിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ, തോറ്റവൻ വിജയിച്ചതിനെക്കാട്ടും വലിയത് മറ്റൊന്നില്ല എന്ന്. ആ ഒരു സംഭവമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരുന്നു. എൻ്റെ പണ്ട് 5ാം ക്ലാസ്സിൽ കരഞ്ഞു പോയ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ വിജയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് ഉഷ ടീച്ചറാണ്. നമുക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ കഴിവില്ലെങ്കിൽ തന്നെ നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എന്നെ മനസ്സിലാക്കി തന്നത് ആ ടീച്ചറാണ്. നിർബന്ധിച്ചിട്ടാണെങ്കിലും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയത്. ടീച്ചർമാർക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, തോൽവിയുടെ കയ്പുനീര് കുടിച്ചതിന് വിജയത്തിൻ്റെ മധുരം ആസ്വദിക്കാൻ പറ്റും. ആ ഒരു തോൽവിയിൽ നിന്ന് ആ വിജയത്തിലെത്തുന്ന ആൾക്കാർക്ക് അത്രയും സന്തോഷമായിരിക്കും. ആ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർട്ട്ഫുള്ളായിരിക്കും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ചെയ്യുകയാണ്, അതിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾക്കത് സന്തോഷം കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയാണ് അതെന്നൊക്കെ വിചാരിക്കുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ കാണുന്ന ചെറിയ പിള്ളേരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാക്സിമം സ്റ്റേജിലൊക്കെ കയറാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാട്ടോ. നിങ്ങൾ വലുതായി കഴിഞ്ഞാലാണ് അതിനെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് Day 37 of 100 Daily Short Videos. അപ്പോൾ നാളെ കാണാം. അതുവരെ ബൈ ബൈ.